അതിദരിദ്ര മുക്ത കേരളം എന്ന് പറഞ്ഞാൽ അതിൽ ഡോക്ടർ കെ.പി. കണ്ണനെ വെച്ചുകൊണ്ട് ഡോക്ടർ ആർ.വി.ജി. മേനോൻ, ഡോക്ടർ എം.എ. ഉമ്മൻ അങ്ങനെ തുടങ്ങി കുറേ ആളുകളെ വെച്ചൊരു കമ്മിറ്റിയൊക്കെ അങ്ങ് എടുത്താണ് സാധാരണയായി ഇടതുപക്ഷ മുന്നണി ചെയ്യുന്നതും ചെയ്യേണ്ടതും. പക്ഷെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇപ്രാവശ്യം പിണറായി വിജയൻ വന്നതിന് ശേഷം ഡോക്ടർ തോമസ് ഐസക്കിനെ ഒഴിവാക്കി, പ്രായം വെച്ചുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളത് പോയിട്ട് തോമസ് ഐസക്കിനോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനിത് വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത്. തോമസ് ഐസക്കിനോട് താല്പര്യം കാണിക്കുന്ന പരിഷത്തിന്റെ ഒരുപാട് ആളുകളെ കമ്മിറ്റിയിൽ വെച്ച്, അതിൽ പിന്നെ രക്ഷപ്പെട്ടത് ശ്രീരാമകൃഷ്ണനെ പോലെയുള്ള ചില ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഐസക്കിന്റെ കൂടെ അല്ലേ എന്നൊക്കെ പറഞ്ഞൊക്കെ നിന്ന് ചില ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വേറെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ പല പേരുകളും എനിക്കറിയാൻ, ഞാൻ പറയുന്നില്ല. ചില ആളുകളെ എടുക്കാൻ പരിഷത്തുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ തോമസ് ഐസക്കിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെയോ ഗവൺമെന്റിലേക്ക് എടുത്തില്ല. പക്ഷേ അതേ തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളം, പിന്നെ തോമസ് ഐസക്ക് മിണ്ടാതെ നിന്ന് പഞ്ചപുച്ഛം അടക്കി നിൽക്കുമ്പോൾ നിന്ന് പിണറായി വിജയനെതിരെ ഒരു ഗോസിപ്പും പണിയും ഒന്നും ചെയ്യാതെ വന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ അങ്ങനെ ഒരു ബോധ്യം വന്ന സാഹചര്യത്തിൽ തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളത്തിന്റെ അഡ്വൈസറാക്കിയ പിന്നെ മിണ്ടിയില്ല. അത് പിന്നെ പിണറായി വിജയൻ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. എന്തായാലും തോമസ് ഐസക്കിന്റെ കൂടെ നിന്ന് ഈ കമ്മിറ്റി അംഗങ്ങൾ എടുത്തിട്ടില്ല. ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു കൊതിക്കറിവ് കേരളത്തിലുണ്ട്. ഇവരെ കൂടെ അത് DPP വന്നപ്പോഴുമുണ്ട്.